നമ്മളൊരാളെയും പേടിച്ച് നമുക്ക് എത്ര ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ പോലും നമ്മളെ വേദനിപ്പിച്ചാൽ നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടായാൽ നമ്മൾ പ്രതികരിക്കണം. നമ്മൾ എന്തായാലും ജനിച്ചാൽ ഒരു ദിവസം മരിക്കണം ഇല്ലേ? അപ്പൊ പിന്നെ നമ്മൾ ജീവിക്കാന്നുള്ളതല്ലേ പറ്റുള്ളൂ. വേറെ ആൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് വിഷമിച്ച് നമ്മൾ തളർന്നിരുന്നിട്ടുണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും എവിടെ വേണമെങ്കിലും നമ്മൾ സുരക്ഷിതരാവാം, സുരക്ഷിതരാവാതിരിക്കാം. എല്ലാം നമ്മളെ കൈകളിലാണ്. ശത്രുതയല്ല. ഒരാള് നമ്മളിപ്പോൾ ഒരാളോട് എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരണം, അത് നമ്മളെ ശത്രു ആണെന്നുള്ളത് കണ്ടിട്ടല്ല. നമുക്ക് നീതി വേണം, നമ്മൾ പറയുന്നത് സത്യമായിരിക്കണം എന്നുള്ളത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ്. ഉപ്പുമുളകും എന്ന സീരിയലിലൂടെ നിലു എന്ന കഥാപാത്രമായി അഭിനയിച്ച നിഷ സാരംഗാണ് ഇന്ന് എൻ്റെ ഒപ്പമുള്ളത്. മാം വെൽക്കം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖമായിരിക്കുന്നു. അപ്പോൾ കൂടുതലും ആളുകൾ മാമിനെ അറിയപ്പെട്ടത് ഉപ്പുമുളകിലെ നിലു എന്ന ഒരു വീട്ടമ്മയായിട്ടാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നിഷ സാരംഗ് എന്നതിനേക്കാൾ കൂടുതലും എപ്പോഴും നിലു എന്നായിരിക്കും പുറത്തൊക്കെ പോകുമ്പോ ആൾക്കാര് കൂടുതലും വിളിക്കാറല്ലേ. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഉപ്പുമുളകിലേക്ക് കോള് വന്നത്? എങ്ങനെയായിരുന്നു അത്? അവിടെ ഫ്ലവേഴ്സിൽ തന്നെ കുട്ടിക്കലാറ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ചെയ്യണ്ടായിരുന്നു ആ ടൈമില്. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതിലേക്ക് തന്നെ അവരെന്നെ പുതിയ പ്രോഗ്രാം തുടങ്ങുകയാണ്. അപ്പൊ അങ്ങനെ വിളിച്ചു. കുട്ടികളായിട്ടുള്ളൊരു ഇതായിരുന്നു, ഇൻട്രാക്ഷൻ ആയിരുന്നു ആ പ്രോഗ്രാം, കുട്ടിക്കലവറ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഒരു മെൻറ്ററായിരുന്നു. ഒരു മെൻറ്ററിന് 2 കുട്ടികൾ അങ്ങനെ വെച്ചിട്ടായിരുന്നു ആ പ്രോഗ്രാം. ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ആണ് അനിൽ അരൂരെന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റീവ് ഹെഡായിരുന്നു പുള്ളി അദ്ദേഹം അന്നേരം ആ സമയത്ത്. അങ്ങനെ അദ്ദേഹമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഇതിൽ ഡയറക്റ്റ് ചെയ്യാൻ വന്നു ആ ഒരു പോർഷൻ. അപ്പോൾ സിന്ധു ആയിരുന്നു അതിൻ്റെ ആ പ്രോഗ്രാമിൻ്റെ അന്നേരം പ്രൊഡ്യൂസർ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ആലോചിച്ചിട്ട് അതിൽ നിന്ന് എന്നെ തിരഞ്ഞെടുത്തു. അത്രേ ഉള്ളൂ. കുറച്ച് പേരുണ്ടായിരുന്നു. അങ്ങനെ നറുക്ക് വീണത് എനിക്ക് വീണതായിരുന്നു. അപ്പോ അമ്മയുടെ റോളാണെന്നുള്ളത് മുന്നേ അറിയായിരുന്നു? വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു കുട്ടികളുടെ അമ്മയാണ്. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നു അമ്മയുടെ റോളായിപ്പോ? അല്ല, അമ്മയും 4 കുട്ടികളും. അപ്പൊ ഓൾറെഡി ഞാൻ അമ്മയാണല്ലോ. ഇപ്പൊ ജീവിതത്തിലെ ശരിക്കുള്ള റിയൽ ലൈഫിലെ അമ്മയായിട്ട് അഭിനയിക്കാനാണോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്, ഉപ്പുമുളകിൽ അഭിനയിക്കാനാണോ? റിയൽ ലൈഫിൽ നമ്മൾ അഭിനയിക്കല്ലോ, ജീവിക്കാൻ. പിന്നെ നമ്മൾ അഭിനയിക്കാണെന്നുള്ള തോന്നലില്ലാണ്ട് ചെയ്യാണെന്നാണ് കുറച്ചും കൂടെ നല്ലത്. നമ്മളിപ്പോൾ ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മൾ അഭിനയിക്കുകയാണെന്നുള്ള മനസ്സിൽ തോന്നിപ്പോയാൽ ചിലപ്പോൾ അത് അഭിനയമായി മാറും. നമ്മൾ റിയലായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഉപ്പുമുളകിലൊക്കെ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള പൊട്ടിത്തെറിയ അമ്മ, അതായത് പെട്ടെന്ന് കുട്ടികളുടെ അടുത്ത് ചീത്ത പറയണു, അങ്ങനെയൊക്കെ ഒരു അമ്മയല്ലേ? അപ്പൊ ശരിക്കുള്ള ലൈഫിൽ അങ്ങനെയൊക്കെ തന്നെയാണോ, അതോ സിറ്റുവേഷൻ അനുസരിച്ച്? അത്രയും പൊട്ടിത്തെറിച്ചൊരു അമ്മയല്ല കേട്ടോ. ശരിക്കും അഭിനയം തന്നെയായിരുന്നു പാഷൻ? ഇല്ല, ഞാൻ അങ്ങനെ അപ്രതീക്ഷയായിട്ട് വന്നതല്ലേ അഭിനയിക്കാനായിട്ട്. ചിന്തിച്ചിട്ട് പോലുമില്ല അഭിനയിക്കണം എന്നതിനെ കുറിച്ച്. പിന്നീട് അങ്ങോട്ട് അതന്നെ സ്റ്റാർട്ട് ചെയ്തു പോയി. അത്രേ ഉള്ളൂ. ഇപ്പൊ സിനിമകളിനൊക്കെ പറ്റി പറയുകയാണെങ്കിൽ മൈ ബോസിലൊക്കെ ക്യാരക്ടർ ഇപ്പൊ എപ്പോഴും നമുക്ക് വളരെ എന്താ പറയാ, ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് മൈ ബോസ് പോലെയൊക്കെയുള്ള സിനിമകള്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം വളരെ കൂളായിട്ടാണ് എല്ലാവരോടും സംസാരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ആ പേടിയൊന്നും തോന്നിയില്ല. അപ്പോൾ ചെല്ലുന്നതിന് മുമ്പ് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ദിലീപേട്ടനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ. ഫസ്റ്റ് ഷോട്ട് തന്നെ പുള്ളിയുടെ ഒപ്പമാണ് ചെയ്തത്. അപ്പോൾ ആദ്യമൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അഭിനയിച്ചോടുമ്പോൾ ഷാജുനും ഞാനും പുള്ളിയും കൂടെയുള്ള സീനായിരുന്നു. പിന്നെ കുഴപ്പമില്ല തോന്നിയില്ല. പുള്ളി വളരെ ഫ്രീ ആയിട്ടാണ് എല്ലാവരോടും സംസാരിക്കുന്നത്. അപ്പോൾ പിന്നെ ആ പേടി അങ്ങനെ പോയി. ഇപ്പോൾ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാനാണോ ഇഷ്ടം, അതോ കോമഡി ആയിട്ടുള്ളതാണോ? ഏത് കിട്ടിയാലൊന്നുമില്ല, അങ്ങനെ ഏത് കിട്ടിയാലും ചെയ്യാനാണ് ഇഷ്ടമാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇന്നൊരു ക്യാരക്ടർ ആയിട്ട് അഭിനയിച്ചാൽ കൊള്ളാം അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ടോ ഇത് ഞാൻ ചെയ്താൽ നന്നായിരിക്കും? അത് നമ്മൾ പിന്നെ തോന്നുമല്ലോ ഉറപ്പായിട്ട്. നമ്മളൊരു ഒന്നിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് അതിലെ ഡിഫറൻസ് ചെയ്യാൻ നമുക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടാവുമല്ലോ. അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പുമുളകിലേക്ക് വരികയാണെങ്കിൽ പാറുക്കുട്ടി, അപ്പൊ പാറുക്കുട്ടിക്ക് ശരിക്കുള്ള പാറുക്കുട്ടിയുടെ യഥാർത്ഥ അമ്മേനൊക്കെ കൂടുതൽ ഇഷ്ടം നീലു അമ്മേനായിരുന്നല്ലോ. ആ ഒരു കണക്ഷൻ എങ്ങനെയായിരുന്നു? അപ്പോൾ അതെനിക്കോട് കുഞ്ഞിലെ വന്ന കുട്ടിയെ കുഞ്ഞിലെ കൊണ്ടുതന്നതല്ല. അപ്പോൾ അങ്ങനെ എപ്പോഴും പകലും മുഴുവനും ലൊക്കേഷനിലല്ലേ. അപ്പൊ അങ്ങനെ ആയിപ്പോയതാണ്. കൂടുതൽ സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് നീലു എന്ന അമ്മേനെ ആയതുകൊണ്ട് കുഞ്ഞായിരിക്കുമ്പോ വരണേ അല്ലേ. അപ്പൊ കുഞ്ഞു നോക്കുമ്പോ പകലും മൊത്തം നമ്മളെ കൂടെ തന്നെ അല്ലേ. പിന്നെ രാത്രി കുട്ടി അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങുക. അതുകൊണ്ടായിരിക്കും. ഇപ്പൊ വലുതായതിനു ശേഷം ഇപ്പോഴും ഉണ്ടോ ആ ഒരു കണക്ഷൻ? ഇപ്പോഴും ഉണ്ടോ? കുഴപ്പമൊന്നുമില്ല. അതേ സ്നേഹം ഇപ്പോഴും ഉണ്ട്. പിന്നെ അതുണ്ടാവുമല്ലോ എന്തായാലും. ഇപ്പൊ ഉപ്പുമുളക് അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോ ഏതെങ്കിലും ഒരു സീൻ ഫേവറേറ്റ് ആയിട്ട് ഉണ്ടാവില്ല ഇപ്പോഴും മനസ്സിൽ അഭിനയിച്ചതില്? കുറേ ഉണ്ട്. കുറേ സീൻസ് ഉണ്ട് അങ്ങനത്തെ. നമുക്ക്
നമ്മുടെ ലൈഫിൽ കടന്നുപോയ കുറേ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ചില സീൻസൊക്കെ ഭയങ്കര നമുക്കിപ്പോൾ അച്ഛൻ അമ്മ മക്കള് ഒരു ഇമോഷണൽ ടച്ചുള്ള എനിക്ക് തോന്നുന്നു 1176 ആ ഒരു എപ്പിസോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ അച്ഛനെ തെറ്റിദ്ധരിക്കുന്ന മക്കള് അങ്ങനെ ഒന്നും വാങ്ങിച്ചിരുന്നില്ല എന്നൊക്കെ പറയാം. അതൊക്കെ ഭയങ്കര സെൻറ്റി ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. അപ്പം അങ്ങനെയുള്ള അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിൽ തങ്ങിക്കും. ഉണ്ടാവും. സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റ്സ് അതുപോലെ ട്രോളുകളൊക്കെ തളർത്താറുണ്ട് എപ്പോഴെങ്കിലും? നമ്മള് എന്താണെന്ന് നമുക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നതെന്നും നമുക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ, അല്ലേ? അതെ. ഒരു പക്ഷെ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും അറിയാൻ പറ്റും, അല്ലേ? പുറത്ത് നിൽക്കുന്ന ആള് കാണാതെയാണ്, കേൾക്കാതെയാണ്, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടായിരിക്കാം പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറഞ്ഞാൽ പോലും സത്യം ഏതാണെന്ന് രണ്ടുപേർക്കും അറിയാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ പിന്നെ വേറൊരാൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പം നമുക്കല്ലേ അറിയാൻ പറ്റുള്ളൂ എന്താ സംഭവം എന്നുള്ളത്, അല്ലേ? എന്ത് കാര്യമാണെങ്കിലും ഒരാൾ ഒരു കാര്യം നമ്മളെ പറഞ്ഞ് നമ്മളെ കമൻസിലൂടെയും ഒക്കെ നമ്മളെ തളർത്താൻ ശ്രമിക്കുമ്പോൾ നമ്മളത് കണ്ട് തളർന്നാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതെ, അതിനെ നേരം നമ്മൾ എന്തായാലും ജനിച്ചാൽ ഒരു ദിവസം മരിക്കണം, ഇല്ലേ? അപ്പൊ പിന്നെ നമ്മൾ ജീവിക്കാന്നുള്ളതല്ലേ പറ്റുള്ളൂ. വേറെ ആൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് വിഷമിച്ച് നമ്മൾ തളർന്നിരുന്നിട്ടുണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവര് ചിലപ്പോൾ നമ്മളോടുള്ള നമ്മളെ കണ്ടതുകൊണ്ടും നമ്മളെ ആക്ടിങ് ഒക്കെ അവർ കണ്ടിട്ടുള്ളതല്ലേ നമ്മളിപ്പോൾ അഭിനയിക്കുന്നത്. അപ്പം നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ ആത്മാർത്ഥത കൊണ്ടോ അതല്ലെങ്കിൽ ദേഷ്യം കൊണ്ടോ ഒക്കെ ആയിരിക്കാം പറയണത്. പറയട്ടെ. അതുപോലെ തന്നെ പോസിറ്റീവ് കമന്റ്സും ഒരുപാട് വരാറുണ്ടല്ലോ. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമ്മള് ഇതൊക്കെ എപ്പോഴൊന്നും ഉണ്ടാവില്ലല്ലോ. മാറി മാറി വരുമല്ലോ. കാലഘട്ടം മാറി 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 വരുന്നതിനനുസരിച്ചല്ലേ നമ്മളും ജീവിച്ചു പോണേ. എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുമോ? ഇല്ല. ഇതല്ലല്ലോ ജീവിതം. നമ്മൾ ലൈഫിലേക്കാണല്ലോ നമ്മളെപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലേ? അപ്പോൾ ഓരോന്നിനും നമ്മൾ അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം അവർ പറയട്ടെ. ഇപ്പൊ മാം ഫസ്റ്റ് അഭിനയിച്ച് തുടങ്ങുമ്പോൾ ഉള്ള ഒരു ആക്ടിങ്ങും ഇപ്പോഴത്തെ ഒരു ആക്ടിങ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അനുസരിച്ച് വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ. പണ്ടത്തെ സിനിമകളിൽ കാണുന്നത് പോലെ അല്ലല്ലോ അതിനിടയ്ക്ക് ഉണ്ടായിരുന്ന സിനിമകൾ. അത് കഴിഞ്ഞിട്ടുള്ളത് പോലെ അല്ലല്ലോ ഇപ്പോ, അല്ലേ? നിങ്ങൾക്ക് തന്നെ തോന്നാറില്ലേ? വ്യത്യാസം ഉണ്ടാകും കുറച്ചും കൂടെ. ഇപ്പോഴാണോ കുറച്ചും കൂടെ ടഫ് എന്ന് പറഞ്ഞില്ല. എനിക്ക് തോന്നുന്നു എല്ലാം നമ്മൾ ആ ടൈമില് പണ്ടൊക്കെ ഞാൻ കുറെ മൂവീസൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ ആ സമയത്ത് എങ്ങനെയാണ് എല്ലാവരും ചെയ്യണത് അതുപോലെ നമ്മൾ ആ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറുക എന്നുള്ളതാണ്. അവിടെ ടഫ് എന്നുള്ള സംഭവമൊന്നും ഇല്ല. ഓക്കെ. ഇപ്പോ പുതിയതായിട്ട് ഈ ഒരു മേഖലയിലേക്ക്, അതായത് അഭിനയം ആക്ടിങ് എന്നൊരു മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? ആഗ്രഹമുണ്ട്. നമ്മളുടെ ആഗ്രഹം അതാണെങ്കിൽ അതിനേക്ക് ശ്രമിക്കുക, അഭിനയിക്കുക. പക്ഷെ നമ്മളായിരിക്കാൻ ശ്രമിക്കുക എപ്പോഴും. നമുക്കിടയിൽ പലതും സംഭവിക്കാം. പക്ഷെ നമുക്ക് പറയാനുള്ളതും നമുക്ക് ചെയ്യാനുള്ളതും നമ്മൾ ചെയ്യുക, അല്ലേ? നമ്മളൊരാളെയും പേടിച്ച് നമുക്ക് എത്ര ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ പോലും നമ്മളെ വേദനിപ്പിച്ചാൽ നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടായാൽ നമ്മൾ പ്രതികരിക്കണം. ഇപ്പോൾ ഉപ്പുമുളകിലെ ഇവരൊക്കെ ആയിട്ട് ലച്ചു ആയിട്ടും കേശു ആയിട്ടും ഇപ്പോഴൊക്കെ കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടോ? കാണാറൊക്കെ ഉണ്ടോ? കാണാറൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ ഒരു ആക്ടിങ് എന്നുള്ള ഒരു മേഖലയിലേക്ക്, സിനിമ എന്ന് പറയുന്ന അല്ലെങ്കിൽ സീരിയൽ എന്ന് പറയുന്ന ഒരു മേഖലയിൽ എല്ലാ സ്ത്രീകളും സുരക്ഷിതരാണോ? സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും എവിടെ വേണമെങ്കിലും നമ്മൾ സുരക്ഷിതരാവാതിരിക്കാം. എല്ലാം നമ്മളെ കൈകളിലാണ്. നമുക്കെതിരെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, നമുക്കെതിരെ വരുന്നത് എന്താണെങ്കിലും നമ്മൾ നേരിടണം. അല്ലേ? ഒരാൾ നമ്മളെ വേദനിപ്പിച്ചു, നമുക്കിഷ്ടമില്ലാത്തത് നമ്മളെ വേദനിപ്പിച്ചു, നമ്മളത് ഓർത്ത് നമ്മൾ ഉറക്കം നഷ്ടപ്പെടുത്തിയാൽ ആർക്കാണ് നഷ്ടം? നമുക്കാണ് നഷ്ടം. അപ്പോൾ നമ്മൾ നമ്മൾ രാത്രി പകലും ഇല്ലാതെ കഷ്ടപ്പെടുന്നത് നമുക്ക് സമാധാനമായിട്ട് കിടന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാനാണല്ലോ. അങ്ങനെ മറ്റൊരാൾ കാരണം നമുക്ക് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമുക്ക് ഉറങ്ങാൻ പറ്റുന്ന അവസ്ഥ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. നമ്മളത് വേദനിച്ചിട്ട് എവിടെയെങ്കിലും മാറിയിരുന്ന് കരഞ്ഞ്, അല്ലെങ്കിൽ നമ്മൾ ഉറക്കവും നഷ്ടപ്പെട്ട് നമ്മളെ ശരീരവും മനസ്സും ഒക്കെ കളഞ്ഞ് നമ്മളൊരു രോഗിയായി മാറി നമുക്ക് സാമ്പത്തിക നഷ്ടവും വരും. അപ്പോൾ അല്ലേ? അസുഖവും സാമ്പത്തിക നഷ്ടം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളതിന് പരിഹാരം കണ്ടെത്തണം, അല്ലേ? നമുക്ക് ഉറങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പരിഹാരം കണ്ടെത്തണം. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണെങ്കിലും, സിനിമ എന്നല്ല, എവിടെയാണെങ്കിലും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ.
നമ്മളൊരു യാത്ര ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഒരു യാത്ര ചെയ്തു, നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം നേരിടേണ്ടി വന്നു ഇല്ലേ, ഇല്ല എവിടെ വേണമെങ്കിലും സംഭവം നമുക്ക് ഇപ്പോൾ പുരുഷന്മാരാണ്, സ്ത്രീകൾ മാത്രമല്ല കേട്ടോ, പുരുഷന്മാരും ഒരുപാട് പല സ്ഥലത്തും ചതിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷെ എന്ന് വെച്ച് നമ്മളിപ്പോൾ ശത്രുതയല്ല, ഒരാള് നമ്മളിപ്പോൾ ഒരാളോട് എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരണം, അത് നമ്മളെ ശത്രുവാണെന്നുള്ളത് കണ്ടിട്ടല്ല. നമുക്ക് നീതി വേണം, നമ്മൾ പറയുന്നത് സത്യമായിരിക്കണം എന്നുള്ളത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ് അല്ലേ. നമ്മളല്ലാതെ നമ്മളൊരു കള്ളം പറഞ്ഞ ഒരാളെ ചതിച്ച് അങ്ങനെ ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല, അങ്ങനെ ഒരിക്കലും ചെയ്യാനും പാടില്ല അല്ലേ. ഒരാൾ നമ്മളെ എന്തെങ്കിലും ചെയ്തില്ല, അതായത് നമ്മൾ കള്ളം പറഞ്ഞു അയാളെ ചതിച്ച് അയാൾ ചെയ്യരുത് ഒരിക്കലും. പക്ഷെ നമുക്ക് എന്താ പറയാ, സത്യമാണെങ്കിൽ നമ്മൾ പ്രതികരിച്ചിരിക്കണം, ഉറപ്പായിട്ടും ചതിക്കരുത്. അല്ലാതെ ഇപ്പോ ഷൂട്ടൊക്കെ ഇല്ലാത്ത ദിവസം എന്താണ് മാം ചെയ്യാറ് സമയങ്ങൾ ചെലവഴിക്കാനായിട്ട്? വീട്ടിലുണ്ടാവും, വീട്ടിലെ പണി നോക്കി വീട്ടിലിരിക്കും. ഞാൻ അങ്ങനെ ഒരു പുറത്ത് കറക്കം അതൊക്കെ വളരെ അപൂർവമാണ്. വീട്ടിൽ നിൽക്കുന്ന ദിവസം വീട്ടിലെ കാര്യങ്ങൾ നോക്കി വീട്ടിലിരിക്കാൻ നോക്കും. ഇപ്പോൾ ഈ ഷൂട്ടിംഗ് ടൈം ഉള്ള ദിവസങ്ങൾ ഇപ്പോൾ ഓവർനൈറ്റ് ഒക്കെ വർക്ക് ചെയ്യേണ്ടി വരുമല്ലോ, അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാറ്? ഇപ്പൊ അങ്ങനെ ഓവർനൈറ്റ് വർക്ക് ഇല്ല ഊട്ടി, അങ്ങനെ പലയിടത്തും ഇപ്പൊ ഓവർനൈറ്റ് വർക്ക് എന്നുള്ള പണ്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊക്കെ വന്ന സമയത്തൊക്കെ നമ്മൾ വെളുപ്പാങ്കാലം വരെ രാവിലെ 6:30 പോയാൽ വെളുപ്പിന് 5 മണി വരെയൊക്കെ ഷൂട്ട് നിന്ന് അഭിനയിച്ചിട്ടുണ്ട് നമ്മൾ. എന്നിട്ട് വന്ന് കുളിച്ചിട്ട് അതേ വണ്ടിയിൽ കയറി പിന്നെയും പോയിട്ടൊക്കെയാണ്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഇപ്പം നൈറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും അത്, അല്ല ഈവനിങ്ങിലായിരിക്കും ചിലപ്പോൾ നൈറ്റ് സീന എടുക്കേണ്ടി വരിക എന്ന്. ചിലപ്പോൾ ഈവനിങ്ങിൽ വരാൻ പറയുള്ളൂ, നൈറ്റ് എടുക്കേണ്ട ഏതെങ്കിലും സീനൊക്കെ ആണെങ്കിൽ. അപ്പം നമുക്ക് അത് ചിലപ്പോൾ നൈറ്റ് എടുക്കണമെങ്കിൽ നൈറ്റ് എടുത്തല്ലേ പറ്റുള്ളൂ. അങ്ങനെയുള്ള ദിവസങ്ങളിൽ മാത്രമേ നമുക്കിപ്പോൾ നൈറ്റ് ഉണ്ടാവുള്ളൂ. ഷൂട്ടിനൊക്കെ പോകുമ്പോൾ മാം ഒറ്റയ്ക്ക് തന്നെയാണോ പോവുക അതോ? മുമ്പൊക്കെ വീട്ടിൽ നിന്ന് എപ്പോഴും ആളുണ്ടായിരുന്നു കൂടെ. അച്ഛനുണ്ടായിരുന്നപ്പോൾ അച്ഛൻ വരുമായിരുന്നു, പിന്നെ അമ്മ വരും, അല്ലെങ്കിൽ വീട്ടിനടുത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു, ആ ചേച്ചിയാണ് കൂടെ വന്നിരുന്നത്, അല്ലെങ്കിൽ ബ്രദേഴ്സ് ആരെങ്കിലും വന്നിരുന്നു, അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾ വരുമായിരുന്നു, ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ ഈ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉപ്പുമുളക് വന്നപ്പോഴും വരുമായിരുന്നു. ഇപ്പം ഈ അടുത്തായിട്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്കൊക്കെ പോയി തുടങ്ങി. ഈ ഒരു മേഖലയിലേക്ക്, അഭിനയം എന്നൊരു മേഖലയിലേക്ക് വന്നിട്ട് ഇപ്പം എത്ര വർഷമായിട്ടുണ്ടാവും മൊത്തം? അഗ്നിസാക്ഷി, ശോഭന മാമിൻ്റെ കൂടെ അഗ്നിസാക്ഷി എന്നൊരു മൂവിയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഉണ്ട്. ഇപ്പൊ പുതിയതായിട്ട് വരാൻ പോകുന്ന പ്രൊജക്ടുകളൊക്കെ, സിനിമകളൊക്കെ കിട്ടുന്നുണ്ടോ? പിന്നെ സിനിമ കുറെ ചെയ്തില്ലേ ഇപ്പൊ. ഇപ്പൊ ഒരു മൂവി ഇപ്പൊ ചെയ്തിരുന്നു, ബിജു മേനോൻ, പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ. പിന്നെ ഇപ്പൊ ഒരെണ്ണം നെക്സ്റ്റ്, ഇപ്പൊ ഒരെണ്ണം ഈ മാസം അല്ല അടുത്ത മാസം തുടങ്ങുന്നു. ഇപ്പൊ മാമിനെ കൂടുതലും ആൾക്കാരെ അറിയപ്പെട്ടു തുടങ്ങിയത് ഉപ്പുമുളകിലായിരുന്നല്ലോ, നീലു എന്ന ക്യാരക്ടർ ചെയ്തിട്ട്. അപ്പൊ ഫിലിം ഇൻഡസ്ട്രിയിൽ മാമിനെ വേണ്ട പോലെ ഉപയോഗിച്ചിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? നമ്മളിപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഷമം വരും. ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് എവിടെയാണോ ഒരു പ്ലേസ് കിട്ടിയത് ഞാൻ അവിടെ മര്യാദയ്ക്ക് സമാധാനത്തോടെ നിൽക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സങ്കടം നമ്മൾ ആലോചിച്ചുണ്ടാക്കിയെടുക്കാതെ നമുക്ക് കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ്. കയ്യിലിരിക്കുന്നതിനെ കുറിച്ച് സന്തോഷിക്കുക, ഇനി കിട്ടാതിരിക്കാം, ഓക്കെ, അങ്ങനെ പോവാം. എപ്പോഴും നമ്മൾ സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് വിഷമമായി, അസുഖമായി, ശരീരവും പോയി മനസ്സും പോയി മൊത്തം പോകും. അതുകൊണ്ട് കിട്ടിയാൽ അവിടെ പോവാ, ഇല്ലെങ്കിൽ ഇവിടെ പോവാ, കിട്ടിയാൽ ഊട്ടി പോയാൽ ചട്ടി എന്ന് പറഞ്ഞ പോലെ. മാം, ഒരു സ്ത്രീനെ പറ്റി പറയാനാണെങ്കിൽ മാമിന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു സ്ത്രീക്ക് ഉള്ള ഏറ്റവും കൂടുതൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്താണ്? സ്ത്രീയിലാണ് വാത്സല്യം ഉള്ളത് അല്ലേ. ഒരമ്മ എന്ന് പറയുന്നത് സ്ത്രീയാണ് ദൈവം അമ്മയാവാൻ നിയോഗിച്ചിട്ടുള്ളത്. അതായത് സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിക്കാനും സംരക്ഷിക്കാനും വാത്സല്യം കൊടുക്കാനും ഒക്കെ പറ്റുന്നത് സ്ത്രീക്കാണ്. അതായത് ഭയങ്കര കെയറിങ് ആണ് സ്ത്രീ എന്ന് വെച്ചാൽ. ഒരു കുടുംബം മാത്രമല്ല, ലോകം മുഴുവനും പരിപാലിക്കാൻ ശക്തി കൊടുത്തിട്ടുണ്ട് ദൈവം സ്ത്രീക്ക്. ക്ഷമയോടെ, ക്ഷമ എന്നുള്ളൊരു സംഭവം അവിടെ ഉണ്ട്. ക്ഷമയ്ക്കാണ് ഇമ്പോർട്ടൻസ്. സ്ത്രീയിലുള്ള ഏറ്റവും വലിയ ഗുണം അത് തന്നെയാണ്, ക്ഷമയാണ്. അപ്പോൾ പുരുഷന്മാർക്ക് ക്ഷമയില്ലെന്നാണോ പറയുന്നത്? പുരുഷന്മാർക്ക് ക്ഷമയില്ല എന്നല്ല പറഞ്ഞത്, പുരുഷന്മാർക്ക് സ്ത്രീയുടെ അത്ര ക്ഷമയില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. കാരണം പെട്ടെന്ന് അവർ കുറച്ചും കൂടെ അല്ലേ റിയാക്റ്റീവ്, പെട്ടെന്ന് റിയാക്ട് ചെയ്യും. സ്ത്രീ പറയും നിൽക്ക്, പറയണ നിൽക്ക്. പക്ഷേ ചില കാര്യങ്ങളിൽ സ്ത്രീ, ചില കുഞ്ഞു കാര്യങ്ങളിൽ സ്ത്രീ പെട്ടെന്ന് എടുത്ത് ചാടുകയും ചെയ്യും ഇല്ലേ. നിങ്ങൾ എന്തെങ്കിലും നോക്കാഞ്ഞാലും നിങ്ങൾ എന്താ പോയപ്പോൾ അതിനടുത്ത് പറയാണ്ട് പോയേ, ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ. പക്ഷെ വലിയൊരു സീരിയസ് കാര്യം വരുമ്പോൾ എപ്പോഴും ഒരു വീട്ടിൽ സ്ത്രീ ആയിരിക്കും പ്രായോഗിക ബുദ്ധി കാണിക്കണം ഇല്ലേ. കൂടുതലും കുടുംബങ്ങളിൽ അങ്ങനെ തന്നെയാണ്.
അപ്പം അതുകൊണ്ട് സ്ത്രീ തന്നെയാണ് എപ്പോഴും എല്ലാ കാര്യങ്ങളും ക്ഷമ കാണിക്കുന്നതുകൊണ്ട് ആയിരിക്കാം ചിലപ്പോൾ അമ്മയാവാനുള്ള കഴിവ് ദൈവം കൊടുത്തത്. അതെ. അപ്പൊ മാം, സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ്, തുല്യരാണെന്നല്ലേ നമ്മൾ പറയാറ്. പക്ഷെ എവിടെയാണ് അവർ തമ്മിലൊരു ഡിഫറൻസ് വരുന്നത്? കായികമായിട്ട് അവർക്ക് കുറച്ചും കൂടെ ശക്തി കൂടുതലാണെന്നാണ് അല്ലേ നമ്മളുടെ ജീവിതം നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. പക്ഷേ മാനസികമായിട്ട് ശക്തി കൂടുതൽ സ്ത്രീയുടെ ധൈര്യം, സ്ത്രീയുടെ ശക്തി മുഴുവനും കിടക്കുന്ന മനസ്സിലാണ്. വീട്ടിലിരിക്കുന്ന ആൾക്കാർ അവരെ പവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പുരുഷനേക്കാൾ ശക്തി സ്ത്രീക്കാണ്. സ്ത്രീയുടെ മാനസിക ശക്തിക്ക് മുന്നിൽ പുരുഷൻ്റെ കായിക ശക്തി ഒന്നും അല്ലാതായി പോകുന്ന ഒരുപാട് സിറ്റുവേഷൻസ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? ഇപ്പം നമ്മൾ പുരാണങ്ങൾ എടുത്തു നോക്കിയാൽ പോലും പലപ്പോഴും ദേവന്മാർ വലിയ വലിയ കാര്യങ്ങൾ ചിലപ്പോൾ അമ്മയാണ്, പരാശക്തിയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു വീട്ടിലിരിക്കുന്ന ആൾക്കാരുടെ ഇപ്പോൾ ഭർത്താവ്, മക്കൾ, മറ്റംഗങ്ങൾ ഇവർ കൊടുക്കുന്നൊരു പവറുണ്ട് ഒരു സ്ത്രീക്ക്. അവരുടെ ഒരു മാനസിക ബലം അതെല്ലാം കൂടി കിട്ടുമ്പോൾ ഒരു സ്ത്രീയുടെ പവർ ഭയങ്കര കൂടുകയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക, നമുക്കവിടെ ഒരു സ്ഥാനം കിടക്കണം. അവർ പുരുഷൻ ചിലപ്പോൾ അവരുടെ ശക്തി കൊണ്ട് അവരത് പെട്ടെന്ന് പൊക്കും. നമുക്ക് പറ്റില്ല എന്നും പറഞ്ഞ് നമ്മൾ മനസ്സിൽ വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ നമുക്ക് പറ്റുമെന്ന് നമുക്ക് വിചാരിച്ച് നമ്മളത് എടുത്തു നോക്കിയാൽ ഉറപ്പായിട്ടും നമുക്കത് പൊക്കാൻ പറ്റുമായിരിക്കും. നമ്മളെ പവറാണ് നമ്മളെ അടുത്തുനിന്ന് കിട്ടുന്ന ആ ഒരു സ്നേഹവും സാന്ത്വനവും എനർജിയൊക്കെയാണ് നമ്മുടെ ശക്തി എന്ന് പറഞ്ഞാൽ. അത് നമ്മുടെ അടുത്ത് പ്രയോഗിക്കണം. നമുക്ക് ചെയ്യാൻ പറ്റില്ല, പണ്ട് തൊട്ടേ എല്ലാം സ്ത്രീകൾക്ക് അത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല, പോകാൻ പേടിയാണ്, മറ്റാണ് മറിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് നമ്മൾ വളർന്നിരിക്കണേ അല്ലേ? അത് തന്നെയാണ് നമ്മൾ ഏറ്റവും വലിയ നെഗറ്റീവ്. ഒരുപാട് നമ്മൾ പണ്ടൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പേടിയായിരുന്നു അല്ലേ വീട്ടുകാർക്ക് നമ്മളെ ഒറ്റയ്ക്ക്. ഇപ്പൊ നമ്മളെല്ലാം ഒറ്റയ്ക്ക് എവിടെ എല്ലാം പോയിട്ട് വരണില്ലേ എന്തെങ്കിലും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. ഇപ്പം അതിപ്പോൾ പുരുഷന്മാർക്കാണെങ്കിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ എന്തെല്ലാം പറ്റുള്ളൂ ഇല്ലേ? നമ്മളെ ധൈര്യം നമ്മളെ കയ്യിലാണ്. അപ്പം നമ്മളതെടുത്ത് പ്രയോഗിക്കണം. നമ്മളെ കൊണ്ട് എല്ലാം പറ്റില്ല എന്നിരുന്നാൽ ഒന്നും പറ്റില്ല. അപ്പോൾ മാം, ഇത്രയും നേരം ഞങ്ങളുടെ ടീം മീഡിയയുടെ കൂടെ ചെലവഴിച്ചതിൽ ഒരുപാട് താങ്ക് യു. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല പ്രൊജക്ട്സ് ഒക്കെ വന്നു ചേരട്ടെ. താങ്ക് യു.